ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു സി വി ഉണ്ടാക്കാം. അതും ദുബായിൽ ജോബ് കിട്ടണമെങ്കിൽ എൻ്റെ 4 years ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. 2 തരം സി വി ഉണ്ട്, ATS ഫ്രണ്ട്ലി ആൻഡ് നോർമൽ ആയിട്ടുള്ള സി വി. ആക്ച്വലി ATS ഫ്രണ്ട്ലി റീസെൻ്റ്ലി മേ ബി ഒരു 1 year ആയിട്ടായിരിക്കണം ഇൻഡസ്ട്രിക്ക് വന്നേക്കുന്നത്. കാരണം ഇപ്പം HR അവർക്കൊന്നും കുറേ സി വി ബൾക്കായിട്ട് വരുമ്പോൾ ഇരുന്ന് നോക്കി ഇതാക്കാൻ ഒന്നും പറ്റാത്ത സമയം വരുമ്പോഴാണ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിലർ ഫോട്ടോ വെക്കില്ല, ചിലർ ഫോട്ടോ വെക്കും. പിന്നെ അതുപോലെ തന്നെ കീവേഡ്സ് വെച്ച് ഷോർട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ പലർക്കും സി വി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോബൊന്നും കിട്ടാതെ നാട്ടിലോട്ട് തിരിച്ച് പോകേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ ജോബ് കിട്ടിയത്, എനിക്ക് ആദ്യമേ ജോബ് കിട്ടിയ സി വിനെ കുറിച്ചിട്ടാണ്. സെയിം സി വി തന്നെയാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ജോബ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ATS ഫ്രണ്ട്ലി സി വി യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് നോർമൽ സി വി വെച്ചിട്ടാണ് ഞാൻ ഫോർവേഡ് ചെയ്ത് പോയിരുന്നത്. ഇപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 തരം സി വിയും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിയറി ആയിട്ട് വേണ്ട, പ്രാക്ടിക്കലായിട്ട് കാണണം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതുപോലെ വേറൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ATS ഫ്രണ്ട്ലിനെ പറ്റിയിട്ടാണ്. ATS ഫ്രണ്ട്ലി അല്ല, ഫസ്റ്റ് എൻ്റെ നോർമൽ സി വിനെ പറ്റിയിട്ടാണ് പറയാം. അത് കഴിഞ്ഞിട്ട് ATS ഫ്രണ്ട്ലി. നോർമൽ സി വി ചെയ്യുന്ന സൈറ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. എങ്ങനെയാണ് നോർമൽ സി വി ചെയ്യാനുള്ള സ്റ്റെപ്സും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോർമൽ ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് ഉള്ള സൈറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന സൈറ്റ് ലാസ്റ്റ് കൊടുക്കാം. ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഗുഡ് സി വി എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. ആ സൈറ്റിൽ ഒത്തിരി ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഏജൻസിയിൽ കൊടുത്തിട്ട് സി വി ചെയ്യാനുള്ള ഒരു ഇത് വേണ്ട, അതൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ സി വിസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിന് ഞാൻ തന്നെ സി വി ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ ചെയ്ത് കൊടുക്കാറില്ല. ഇപ്പോൾ ഞാൻ പറയും റെഫറൻസ് ഒക്കെ ചെയ്തിട്ട് ചെയ്താൽ മതി. നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴെപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ മാറ്റം വരാറുണ്ട്. സോ ഞാൻ ആ ടെംപ്ലേറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുള്ളൂ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ സെൻറ്ററിൽ പോയിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സി വിയിൽ ആദ്യം വേണ്ടത് പ്രൊഫൈൽ സമ്മറിയാണ്. നമ്മളുടെ പ്രൊഫഷനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറി. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ടത് എത്ര ഇയേഴ്സ് ഓഫ് വർക്ക് ഉണ്ട്, നമ്മൾ എന്താണ് ഈ വർക്കിലായിട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റത്തെ പ്രൊഫഷണൽ സമ്മറി എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ, BTech ചെയ്തവരാണെങ്കിൽ BTech, MTech ചെയ്തവരാണെങ്കിൽ MTech, ഇപ്പോൾ MBA ആണ് അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആണ്, BCom, അങ്ങനെ കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ ഏത് ഇയറാണ്, യൂണിവേഴ്സിറ്റി കൂടെ മെൻഷൻ ചെയ്യാം. ഞാൻ CGPA കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ നെയിം ഓഫ് കോളേജ് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, യൂണിവേഴ്സിറ്റി മാത്രം മെൻഷൻ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് CGPA, പിന്നെ ഏത് ഇയറാണെന്നും കൂടെ. അപ്പോൾ 2 കഴിഞ്ഞു. പ്രൊഫഷണൽ സമ്മറി കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷനും കഴിഞ്ഞു. തേർഡ് വന്നിട്ടുള്ളതാണ് വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഐ ക്യാൻ സേ എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ പറ്റിയിട്ടാണ് വെച്ചത്. ഏത് കമ്പനിയിലാണ്, ഇപ്പോൾ UAE-ലാണെങ്കിൽ ആ കമ്പനി നെയിം എഴുതുക. UAE-ലാണോ, അത് UAE-ലെ ദുബായ് ആണോ, ഷാർജ ആണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഏത് പീരീഡ് വരെ, ഇപ്പോൾ 2022 തൊട്ടിട്ട് 2026 വരെ ആണെങ്കിൽ അങ്ങനെ എത്ര പീരീഡ് ഉണ്ട് ആ പീരീഡ് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിലത്തെയും കൂടെ ഫസ്റ്റ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യേണ്ടതാണ്. അതിൽ മൊഡ്യൂൾ വൈസ് എന്തൊക്കെ മൊഡ്യൂളാണ്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് മൊഡ്യൂൾ, ഫിനാൻസ് മൊഡ്യൂൾ, അങ്ങനത്തെ കുറേ സെക്ഷൻസ് ഉണ്ട് എൻ്റെ ഒരു പ്രൊഫഷണലിൽ. സോ എൻ്റെ പ്രൊഫൈലുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്യുക, അതിൻ്റെ കീവേഡ്സ് ആഡ് ചെയ്യുക. സോ ഈ കീവേഡ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് JD ചോദിക്കാൻ പറ്റും. HR-ൻ്റെ അടുത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒരു പ്രൊഫൈൽ അയച്ചു തരും. ആ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ നോക്കി പഠിക്കേണ്ടത്. അത് സെയിം തന്നെയായിരിക്കും ഇവർ ഓപ്പണിങ്സ് ഇടുന്ന സമയത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്ന മാതിരി ഉള്ള സ്കിൽസ് വേണം, ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്. അപ്പോൾ ആ സെയിം തന്നെ എടുത്ത് ChatGPT-യിൽ ഇട്ടിട്ട്, ഇപ്പോൾ ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. ഞാൻ നോക്കിയിരുന്ന സമയത്തൊന്നും ChatGPT ഉണ്ടായിരുന്നില്ല, 2022 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ സെയിം സാധനം തന്നെ ഇപ്പോൾ ലിങ്ക്ഡിനിലോ നൗക്കരിയിലോ ഇൻഡീഡിലോ അങ്ങനത്തെ ജോബ് സൈറ്റ്സിലൊക്കെ കാണുന്ന ആ ഒരു JD വെച്ചിട്ട് തന്നെ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ അവരുടെ ടൂളായിട്ട് നിങ്ങളുടെ ഇത് മാച്ച് ആവും. പ്രോപ്പർ ATS ആണെങ്കിൽ നമ്മളുടെ സി വിയിൽ ATS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നോർമൽ സി വിനായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് ChatGPT-യിലിട്ട് കീവേഡ്സ് ആഡ് ചെയ്തിട്ട് ഈ മൊഡ്യൂൾ വൈസ് പറയില്ലേ, അതിലേക്കും കൂടെ ആ ഒരു ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നമ്മളുടെ കീവേഡ്സ് അതിലുണ്ടായിരിക്കും. ഇങ്ങനെ കീവേഡ്സ് എന്നാണ് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ, അറിയുന്നവരാണെങ്കിൽ
ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കീവേഡ്സ് വെച്ചിട്ട്, കീവേഡ്സ് ആണ് ആ ഒരു മാച്ച് ആയിരിക്കണം നമ്മുടെ സി വിയും അവർ തന്നിരിക്കുന്ന ജോബ് റോളും തമ്മിലുള്ള ഒരു മാച്ചിങ് ആണ് നമ്മൾ വെക്കേണ്ടത്. കാരണം ഇപ്പോൾ ചിലത് അറിയില്ലെങ്കിലും ഒരു കോൺഫിഡൻറ്റ് അത് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് എഴുതണം. വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വൺ ആണ് ടെക്നിക്കൽ സ്കില്ല്. ടെക്നിക്കൽ സ്കില്ലാണ് ആവശ്യം. നിങ്ങളുടെ ഹോബീസ് ഒന്നും ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല. ടെക്നിക്കലായിട്ടുള്ള നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളും, പിന്നെ അതായത് നിങ്ങൾക്കിപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ലീഡർഷിപ്പ്, പിന്നെ ട്രെയിനിങ്, യൂസേഴ്സിന് ട്രെയിനിങ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇതെൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, FRDD റിവ്യൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്യുക. ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ആട്ടെ ഞാൻ അത് പറയണേ, ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കേഷൻ, എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എഴുതുക. സർട്ടിഫിക്കേഷൻ ചെയ്യുകയാണ്, പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വിസ സ്റ്റാറ്റസും കാര്യങ്ങളും, അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് സൈഡിൽ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഒരു പേജിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങളൊരു CV ചെയ്യുകയാണെങ്കിൽ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോഴാണ് എൻ്റെ ഒരു 2-3 ഇല്ല 2 പേജ് ആയിട്ടുള്ളൂ എൻ്റെ. ഞാൻ മാക്സിമം നമ്മളൊരു CV കാണുമ്പോൾ അവർക്ക് അതൊന്നും മനസ്സിലാവണം. കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ BRK ഡിഫറെൻ്റ് ആണ്. BRK ആർക്കിടെക്ചറൊക്കെ വരുമ്പോൾ അവർക്കൊരു പ്രോട്ടോഫോളിയോ പോലെ ഒരു സാധനം കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയുക, സർട്ടിഫിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും എഴുതാണ്ടിരിക്കണ്ട, എന്തെങ്കിലും പെർസ്യൂ ചെയ്യുകയാണ് എന്നുള്ള ഒരു കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഈ CVയിൽ എഴുതിയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി വേർഡിനെ പറ്റി നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ വെറുതെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു CV വെച്ചിട്ടായിരിക്കും റിക്രൂട്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം. സോ ഈ CVയിലുള്ള എവറിത്തിങ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കതൊരു ഇതിൽ വേണം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ മുകളിലായിട്ട് നമ്മളുടെ മെയിൽ ID, നമ്മുടെ നമ്പർ, UAN നമ്പർ ആണെങ്കിൽ UAN നമ്പർ, ഇന്ത്യൻ നമ്പറാണ്, ഇപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു CV എന്ന് പറയുമ്പോൾ ഇതാ, ഞാൻ ഫോട്ടോ വയ്ക്കാറുണ്ട്. ഫോട്ടോ വെച്ചിട്ട് എൻ്റെ പേര് കൊടുത്തിട്ട് നെക്സ്റ്റ് പ്രൊഫൈൽ സമ്മറി, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ ഡിക്ലറേഷൻ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എഗ്രി ചെയ്യുന്ന രീതിയിലാണ് ആ ഡിക്ലറേഷൻ വേണ്ടത്. അതൊരു ഷോർട്ടായിട്ട് മതി, കുറേ അധികമൊന്നും വേണ്ട. ഇതാണ് ഒരു CV. ഈ CV വെച്ചിട്ടാണ് എനിക്ക് ഫ്രഷറായിട്ട് ഇവിടെ വന്ന് കിട്ടിയതും. അത് കഴിഞ്ഞ് ഫ്രഷറായിട്ട് വന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്ട് മൊഡ്യൂളിനെ പറ്റിയിട്ടാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻറ്റേൺഷിപ്പിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ ഒത്തിരി DM എനിക്ക് ഉണ്ടായിരുന്നു. DM എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. ചേച്ചി ഏത് ഇൻറ്റേൺഷിപ്പാണ് ചെയ്യണം, ഇൻറ്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ അലീന, എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. നമ്മുടെ CVയിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജേർണിയിലാണ് പോകുന്നതെങ്കിൽ അതിനെ പറ്റിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷറായിട്ടിരിക്കും, നിങ്ങളുടെ CVയിൽ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്താ ഉണ്ടായിരിക്കുക, പ്രൊജക്ട് മൊഡ്യൂൾ മാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡിഡ്ന്റ് തിങ്ക് സോ ഇറ്റ് വിൽ ഗെറ്റ്. അതാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. ഇത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവമാണ് ടെക്നിക്കൽ സ്കില്ല് നമ്മൾ എഴുതിയിരിക്കണം. ഇതെല്ലാം ഒരു കീവേഡ് വെച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോർമൽ CV, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇത് വെച്ചിട്ടാണ് എനിക്ക് ആദ്യത്തെ ജോബും ഇപ്പം ഞാൻ മാറിയിരിക്കുന്ന ജോബ് സെർച്ച് ചെയ്തിട്ടുള്ള ജോബും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെയാണ് CV ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഡൗട്ട് ഉണ്ട്, CV ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് കാണിക്കണം, ഒരു ക്ലൂ വേണം, ടെംപ്ലേറ്റ് എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് CV. അപ്പോൾ CV ചെയ്യുന്ന സൈറ്റിൻ്റെ നെയിം ഇതാണ്, www.goodcv.com. www.goodcv.com. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഇതിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് കിട്ടും. ടെംപ്ലേറ്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിൽ വാട്ടർമാർക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണിൽ PDF എഡിറ്ററിൽ അത് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഐഫോണിൽ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്, ഐഫോൺ ഒന്നും ഇല്ലാതെ PDF എഡിറ്ററിൽ ഐ ലവ് മൈ PDF എന്ന് പറഞ്ഞുള്ള എഡിറ്ററിൽ പോയിട്ട് ലാസ്റ്റത്തെ വാട്ടർമാർക്ക് ഉള്ളത് നല്ലതല്ല. നമ്മളിപ്പോൾ ഒരു CV അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ വാട്ടർമാർക്ക് അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ അതും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ATS ഫ്രണ്ട്ലി പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. എനിക്ക് വർക്ക് ചെയ്ത് നോർമൽ CV ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ATS ഫ്രണ്ട്ലി CV ആയിട്ട്. അപ്പോൾ ടാറ്റാ, ബൈ.